ഹലോ ഗായ്സ്. ഹായ് ഗായ്സ്. ഞങ്ങൾ ഇന്ന് ടൂർ പോവാണ്. ഫൈനലി ഞങ്ങളുടെ ഓഫീസിന്റെ ട്രിപ്പാണ്. എല്ലാ വർഷവും പോകുന്ന പോലെ മൂന്നാറിന് തന്നെ ഈ വർഷവും പോകുന്നു. നമ്മൾ ഊബർ വരാൻ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഓഫീസിലോട്ട് പോണം. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇനി അവിടെ വെച്ച് കാണാം. ചായ കുടിക്കണ്ടേ? ചായ കുടിക്കണം. വിശന്നിട്ട് വയ്യ. ഊബർ വന്നു. ഞങ്ങൾ ഇൻഫോ പാർക്കിൽ എത്തി. അതൊരു എപ്പോഴും ഒരു കാര്യമുണ്ട്. നമ്മൾ ദൂരെ ഉള്ളവരായിരിക്കും എപ്പോഴും ആദ്യം, അടുത്ത് ഉള്ളവരായിരിക്കും ലാസ്റ്റ് എത്തുന്നത്. ബി ഓൺ ടൈം. പക്ഷെ ഡോൺ എല്ലാ ദിവസവും ഇങ്ങനെയല്ല കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെയല്ല. ബ്ലോഗിനൊക്കെ ദിവസം മാത്രം ഇങ്ങനെയായിരിക്കും. ഔട്ട്ഫിറ്റ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് ആണ് നമ്മുടെ ആൾക്കാർ. ദിസ് ഈസ് ആദർശ്. ഷാറുഖ് ഖാൻ മുടിവെട്ടണ ചേട്ടൻ പറഞ്ഞു യു ലുക്ക് ഷാറുഖ് ഖാൻ. അജയ് ഒന്ന് നോക്കൂ പ്ലീസ്. ട്രിപ്പ് വരുമ്പോൾ കൊറേ കണ്ടന്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് വീഡിയോ എടുക്കും. ഇവൻ എന്റെ വ്ളോഗിൽ ഫുള്ള് ഈ സാധനമാണ്. അതിപ്പോ വെളിയിലാണെങ്കിൽ എന്റെ ഒരു വ്ളോഗിൽ 3-4 വട്ടമായിരിക്കും കാണിക്കുന്നത്. തുടങ്ങി. ഇതിന് നീ സ്റ്റൈലായിട്ടുണ്ടല്ലോ, ജിമ്മനായിട്ടുണ്ട്, ട്രൈസ് ഒക്കെ കാണിച്ചു. ഓ പിന്നല്ല, നിനക്കൊക്കെ ഇങ്ങനെ വന്നെന്താ? ഇവനെന്താ എഴുതി വെച്ചേക്കുന്നത്? ആൻസി പീറ്റർ വരുന്നുണ്ട് അങ്ങ് ദൂരേന്ന്. എത്തി. കഴിഞ്ഞ കന്യാകുമാരി വ്ളോഗിൽ നമ്മുടെ താരമായിരുന്നു ശ്രീരാഗ്. ഇനി മൂന്നാർ വ്ളോഗിൽ കഴിഞ്ഞ വട്ടം മൂന്നാർ പോയപ്പോ വ്ളോഗ് എടുത്തില്ല, അതുകൊണ്ട് ഒരു താരത്തെയാണ് ആ ക്ഷീണം തീർക്കാനാണ് ശ്രീരാഗ് ഇത്തവണ വന്നേക്കുന്നത്. ശ്രീരാജ് വന്നു. തുടങ്ങി. കുഞ്ഞു വരുന്നുണ്ട്, തികച്ചും അപ്രതീക്ഷിതമായ. ഹായ് ഒലിവർ. ഹായ്. പറഞ്ഞു ജയിപ്പിച്ചത് പറയേയില്ല. കണ്ണന് ഫേവറേറ്റ് ആണ് നമ്മൾ ഡേവിസ്. സന്ദീപേട്ടനെ കണ്ടില്ല. വെറും ഫ്രീക്കനല്ല, താമര ഫ്രീക്കൻ. വിജയ് ചേട്ടൻ വന്നു. ചേട്ടാ ഷർട്ടിൽ എന്താ എഴുതിയേക്കുന്നത്? ഷർട്ടില് ജസ്റ്റ് മേക്ക് ഇറ്റ് ഹാപ്പൻ. എന്താ വണ്ടി വന്നു. എല്ലാരും ബാഗൊക്കെ എടുത്ത് നീങ്ങുവാണ്. ഇതാ നീയുണ്ട്, കാണിച്ച നോക്കട്ടെ. ഫുള്ള് ഔട്ട്ഫിറ്റ് കാണിക്ക്. കന്യാകുമാരിക്കുള്ള ശേഷമുള്ള ഈ പെട്ടിക്കകത്ത് എന്താ? ജോൺ ഹോനയുടെ പെട്ടിയാണോ? അൺബോക്സിംഗ് റീൽ ഇതിന്റെ അൺബോക്സിംഗ് റീൽ ഉണ്ടോ? പിന്നെ ചെരുപ്പുണ്ട്, പിന്നെന്താണ് നമ്മളത് ചെല്ലുന്ന് പറഞ്ഞിടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സുമായിട്ട് വേറെ ഇടുന്നു. പിന്നെ നമ്മളെ ഡിജെക്ക് വേറെ ഉണ്ട്. തിരിച്ചിടുമ്പോ വേണമല്ലോ, അപ്പോൾ വേറെ സംഭവം വേണമല്ലോ, അതുകൊണ്ട് എക്സ്ട്രാ. ഓ അതൊക്കെ ഉണ്ടല്ലേ. അടുത്ത വ്ളോഗർ ആദർശ് VA. ഔട്ട്ഫിറ്റ് ഫിറ്റ് ചെക്ക് ചെയ്തു ഇങ്ങനെ. ഇത് ബാഗിൽ എന്താ? നാളെ വരില്ലേ? പ്രിയപ്പെട്ട ദീപക് ഉണ്ട് കൂടെ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇവിടെ ഫുള്ള് നമ്മുടെ ആൾക്കാരാണ്. അത് കിട്ടി. പുതിയ ഷർട്ട് വാങ്ങി. 10 വയസ്സ് കുറഞ്ഞു. അതെ അതെ, സന്ധ്യയുടെ ചെറുതായി ശരിക്കും. whatever it takes, just make it happen. അടുത്തതായി വ്ളോഗിലോട്ട് ക്ഷണിക്കപ്പെടാത്ത 2 അതിഥികൾ അനഘയും മെറിനും. ഈ അസുലഭ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പൊളിക്കണം. മെറിനും എൻജോയ്. സുരേഷ്, ഞാൻ നിന്നെ തപ്പി നടക്കുമായിരുന്നു വ്ളോഗിൽ വരാൻ വേണ്ടി. ഹായ്. ശ്രദ്ധ എന്തേ? ഹായ് പറ. ശർദ, എവിടെ ചെന്നാലും നിങ്ങൾ മാച്ചിങ് ആണല്ലോ. പറഞ്ഞിട്ടതാണോ? ഓ ഐ സി. എടാ നീയാണ് എന്റെ വ്ളോഗിന്റെ ഹൈലൈറ്റ്. ഞാൻ വ്ളോഗിൽ എല്ലാവട്ടും സൈഡ് ബൈ സൈഡ് ഉണ്ടാവും. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഗായ്സ്, ഇതാണ് നമ്മുടെ ബസ്.
ഫോറിനേഴ്സ് ആണോ? നിങ്ങളെ ഫോറിനേഴ്സ് എന്ന് വിളിക്കട്ടെ. എന്റെ സീറ്റാണ്. വന്നു എന്റെ സീറ്റ്. ഞാൻ ഇവിടെ ഫ്രണ്ട് വന്നിട്ട് എടി നമുക്ക് ഈ സീറ്റിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വെക്കപ്പോഴേക്കും ഇവൻ എന്നെ തള്ളി മാറ്റി അകത്ത് തെറിപ്പിച്ചിട്ട്. ഹായ് സ്നൊള്ളി. ഹായ് ശ്രദ്ധ ആൻഡ് ആതിര. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? മൂന്നാർ. ടിക്കറ്റ് എടുത്തോ? നീ ഇങ്ങനെ ഇരുന്നാ മതിയോ? എന്താ ആടോ? ഹായ് ഗൈസ്. ഇത്തവണ നമ്മൾ തകർക്കും. BCBSന്റെ അഭിമാനമായ ഒലിവർ, അടുത്ത അശ്വിൻ, ജോസഫ്. പിന്നെ കന്യാകുമാരിക്ക് ശേഷം ഇതാണ് നമ്മുടെ അടുത്ത ട്രിപ്പ്. എന്തെങ്കിലും പറയാനുണ്ടോ? പോയിട്ട് വന്നിട്ട് പറയാം. എങ്ങോട്ടാ പോകുന്നേ? ടിക്കറ്റ് എടുത്തോ? മമ്മി പറഞ്ഞിട്ടുണ്ട് എന്താണ് അണ്ണൻ വന്നു. BCBSന്റെ ഇടയ്ക്ക് ഒരു മെഡ്സ്റ്റാർ തല. BCBSന്റെ എല്ലാമായ ടീം ലീഡായ ഷാഹുൽ. അതാ മാസ് എൻട്രിയോടെ അനന്തൻ ഫ്രണ്ടിൽ. ഹെഡ് ഹൈ ഗൈസ്, നമ്മൾ മൂന്നാർ പോവാണ്. എടാ നമ്മുടെ ട്രിപ്പിന്റെ മോട്ടീവാണ് ഹെഡ് ഹൈ. ആ എന്റെ കൂട്ടുകാരൻ സനൂപും കാണാനേ ഇല്ല ഇവരൊക്കെ. നമ്മൾ 7 മണിക്ക് 7:30 പുറപ്പെടുമെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ബസ് വൈകാൻ കാര്യം? നമ്മുടെ ടീമിന് കുറച്ച് പേര് വരാനുണ്ട്. അതെന്താ? അവര് ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാരാണോ? പക്ഷെ നീ ഫസ്റ്റ് വന്ന് നീയല്ലേ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്? ഗൈസ്, ഇവൻ വ്ളോഗുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആൾക്കാരെ പറ്റിക്കാനായിട്ട്. ആദർശ് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ ആദി. ഓക്കെ, ഇവിടെ എല്ലാമായ ജിത ചേച്ചി ഇതാ വണ്ടിയിലോട്ട് കടന്നു വരുന്നു. ഓക്കെ, പിന്നെ കണ്ണൻ. യശം ബിജു എത്തി ഗൈസ്. വിജയ് ഷെട്ടർ എത്തി. ദീപക് മൽഹോത്ര. ലെറ്റ്സ് കം ടു മെറിമ്പിനോ. ആണോ? എന്താ ഗൈസ്? അങ്ങനെ നമ്മൾ ഇൻഫോ പാർക്കിന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഹായ് ഗൈസ്, നമ്മൾ ട്രിപ്പ് പോവാണ് മൂന്നാറ്. എല്ലാവരും ശ്രദ്ധയ്ക്ക് വേണ്ടി നമ്മുടെ പൊന്നോമനായ വിജീഷ് കാട്ടമ്പള്ളി, സന്ദീപ് കാട്ടമ്പള്ളി, വിജീഷ് കാട്ടമ്പള്ളി, വിജീഷ് കാട്ടൻ, ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ജിത ചേച്ചി കണ്ടില്ല? ഷാഹുൽ ഫ്രം തമിഴ്നാട്. ഷാഹുൽ, ജിത ചേച്ചി. ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നു. അതിനു മുമ്പ് ഇവിടെ DJ ആൻഡ് ഗാനമേള അസോസിയേഷൻ അവതരിപ്പിക്കുന്ന ആൽബി USC. പിന്നെ നമ്മളെല്ലാരും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും. അവിടെ ചെല്ലുന്നു, നമ്മൾ മെയിലെ കിട്ടിയല്ലോട്ട് ഇറങ്ങും. ആ മെയിൽ പ്രകാരം ആണ് നമ്മുടെ പ്ലാൻ. കുറച്ച് ലേറ്റ് ആയി, 8:15 പിന്നെ കയ്യൊക്കെ വെക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. പിന്നെ സനൂപ് അവർക്ക് ഒരു ഹായ് ഉണ്ട്. സനൂപ് അവർക്കോടെ ഉണ്ട്. ഇനി നമ്മൾ കുറച്ച് പാട്ടൊക്കെ ആയിട്ട് കുറച്ച് യാത്രയൊക്കെ ആയി, മഴയൊക്കെ ആയിരിക്കും, എല്ലാവരും സൂക്ഷിക്കണം. എന്റെ ടീമേറ്റ് ഐഷ്ണ. പിന്നെ അവിടെ ഈ അട്ടകളൊക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കണം എല്ലാവരും. നമ്മൾ പോകാൻ പോകുന്ന പറക്കാട്ടാണ്. അപ്പോ നമ്മളവിടെ ചെല്ലുന്നു, പിന്നെ ലഞ്ച് കഴിക്കുന്നു, പിന്നെ നമ്മൾ ഉറങ്ങുന്നില്ല. അതിനുമ്പ് സൈക്ലിംഗ് ഉണ്ട്, പൂളുണ്ട്. പൂള് വളരെ വലിയ പൂളാണ്. നമ്മൾ 110 പേരുള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കുളിക്കാൻ. അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. പിന്നെ നേച്ചർ വാക്ക് ഉണ്ട്. പിന്നെ ചെറിയ വൈകുന്നേരം DJ ഉണ്ട് 10 വരെ. ഫുഡുണ്ട്. DJ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരും പ്രകാരം എന്നെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് നിർത്താൻ പറയുന്നു. നന്ദി, നമസ്കാരം.
ഇപ്പോൾ സിയപാറ വാട്ടർഫാൾസിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. അതുകൊണ്ട് അജയ് കുന്നത്തുണ്ട്, ശ്രീരാജ് സിയാർ. ഏതോ പെൺകൊച്ചു നോക്കി. ആ എവിടെ ഏതാ കൊച്ചെന്തേ? ആ അയ്യോ അത് ഡാഡിയാണോ? ഡാഡി കേട്ടോ അത്. അയ്യോ ഈ കൊച്ചാണ് എന്റെ പോടാ. ഉണ്ടല്ലോ. ഗായ്സ് ഇതാണ് നമ്മുടെ റിസോർട്ട് പറക്കാട് നേച്ചർ ക്ലബ്. രാഹുലൊക്കെ നനഞ്ഞു പോവാ. താങ്ക് യു. കച്ചുട്ടിയ ചന്ദ്രത വേണ്ടേ? ഓക്കെ ചേച്ചി ഇവന് കിട്ടിയില്ല കേട്ടോ. കുറി കിട്ടിയോ? കുറി കിട്ടിയില്ല. വേണ്ടേ? വേണ്ട. ഇവിടെ എത്തി. എവിടെ? ആനമല വഴിയോ പാലക്കാടന്നോ? അല്ല ഞാൻ മൂവാറ്റുപുഴ വഴിയോ. ഫുഡ് കഴിക്കാൻ പോയാലോ? ൊക്കെ വാങ്ങി ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ബൈ. മെർമര് വരുന്നില്ലേ കഴിക്കാൻ? ഓക്കെ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. അശംബിച്ചുമാണ് പ്ലേറ്റ് വിളംബരം ചെയ്യുന്നത്. വിശാലമായ മിശ്രണമാണ്. ഞാൻ കുറേ സാധനങ്ങൾ എടുത്തു. ഇവൻ പൊറോട്ട എടുത്ത്, ആൻസി പീറ്ററും കുറേ എടുത്തിട്ടുണ്ട്. സച്ചിൻ എന്താ എടുത്തത്? വളരെ കുറച്ച്. ഗൈസ് ഇതാണ് 900 എൻ്റെ ആൻസി പീറ്ററിന്റെ റൂം. ഗൈസ് സൂപ്പർ. ഇത് കൊള്ളാം അല്ലേ? പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കോടയാണേ, ഒന്നും കാണാൻ വയ്യ. ിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാ ഓ സീൻ ഫുള്ള് മഴയാണ്. വെറും 1500 രൂപയ്ക്ക് ഹെഡ് ആൻഡ് ഫേസ് മസാജ് ചെയ്യുന്നുണ്ടോ? നോ. ഇതിന് മാത്രമുള്ള ആൾക്കാരുണ്ടോ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മസാജ് ചെയ്യുന്നത്? നോ. ഞങ്ങൾ ട്രെക്കിങ്ങിന് പോവാണ്. ജീപ്പ് ട്രെക്കിംഗ്. എന്റെ കൂടെ ശ്രീരാജ്, ആൻസി പീറ്റർ, ടോണ, ഗോപ്സ്, ആദർശ്. ഹലോ ഗായ്സ്, ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാ. കാലന്തൊന്നുമില്ല. while going to distance, അധികം വെയിറ്റ് ഒന്നും വേണ്ട. പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് ഫോറസ്റ്റ് ഏരിയസ് ഒക്കെ ഉണ്ട്. You can take photos, videos, everything over that side. Enjoy the time. താങ്ക് യു ചേട്ടാ. ഇതിലൂടെയാണ് പോണ്ടത്. ഇതുണ്ടാവാൻ പോവാത്ത് ബൈക്കിന് രണ്ട് സൈഡും ഇതുണ്ടല്ലോ. അങ്ങനെ തിരിച്ചു പറഞ്ഞ് എങ്ങനെ വരും? 3 പേരാ നിൽക്കണം. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇവന് ഞാനും ആദർശു കാടിന്റെ അകത്തൂടെയുള്ള വേറൊരു കാട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്നാ കേവ് റൂം. ഇതാണല്ലേ കേവ് റൂം നമ്മൾ ആ വീഡിയോയിലൊക്കെ ഉണ്ട്. ഓക്കെ വേണ്ട തുറക്കണ്ട. ഗായ്സ് ഈ മഴക്കാട് ഫുള്ള് മഴയാണ്, കാടുമാണ്. ഭയങ്കര പാടാ കുടയില്ലാണ്ട് നടക്കാൻ. ആരുടെ കയ്യിൽ കുടയില്ല. റോപ്പ് സൈക്കിൾ. ഇത് കണ്ടിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണം വേണമെന്ന്. ഇത് ടാസ്ക് ആണല്ലോ. 100 കിലോ പോയിരിക്കും. ഇതിപ്പോ നീ ചവിട്ടണ്ടല്ലോ. ചേട്ടൻ തിരിച്ചു കറക്കുന്നു, അവൻ തിരിച്ചു വരുന്നു.
അജയാട്ടോ ഗൈസ് പോകുന്നേ. മഞ്ചാടി തിരിച്ചു വെക്കാനുള്ള സാധനം ഇല്ലാന്ന്. ലിവർ പോയി. ഇതാ സൂപ്പർ സൈക്കിളാട്ടോ. അജയ് ചവിട്ടുന്ന പോലെ അഭിനയിക്കടാ. എങ്ങനെയുണ്ട് അജയ്? സന്ദീപ് ചേട്ടൻ എല്ലാവരും ഉണ്ട് ഗായ്സ്. ആയിഷ്ന കഴിഞ്ഞു. റോപ്പിംഗ് ഉണ്ട്. ബൈ ചേട്ടാ. ബൈ 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 ബൈ. ടേക്ക് കെയർ. അജയ് ഡിന്നർ നോക്കൂ. ഞാൻ പാസ്തയും കപ്പയുമാണ് എടുത്തത്. ഡെസേർട്ട് നോക്കൂ. ഇത് കുറേ ഉണ്ട് കേട്ടോ. മാംഗോ പുഡിങ്, മാംഗോ അല്ല, പൈനാപ്പിൾ പുഡിങ്, മാംഗോ ഐസ്ക്രീം, റോൾസ്, ഹൽവ എല്ലാം ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ട് കഴിക്കുക. ഇല്ല, സീക്രട്ട് പറഞ്ഞുതരാം. എന്താണ്? അവിടുന്ന് പോയി ആ ചെറിയ എടുത്തോണ്ട് വരും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏത് ചെറിയ ഇഷ്ടപ്പെട്ടോ? നീ എടുത്ത് കഴിക്കേ. ഞാൻ കഴിച്ചു. എല്ലാവർക്കും കൊടുക്കാനെന്ന് പറഞ്ഞ് എടുത്തോണ്ടിരിക്കുക. അത് ശരി. ദിൽറ്റോയ്ക്ക് ഇഷ്ടപ്പെട്ട ചെറിയ ഒന്ന് കാണിച്ചു തരൂ. ചെറിയൊക്കെ ഉണ്ട്. ഇത്രയും സീഡ് സൈസ് ഐറ്റംസ് ഇവിടെ നോക്കുന്നുണ്ട്. ഉണ്ട്. ഒരു പലഹാരം ഇങ്ങനെ നിർത്തിയിട്ട് സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത്. കാര്യം ഷുഗർ ഡേറ്റ് ഒക്കെ തന്നെ. എന്നാലും നമ്മളിങ്ങനെ ഒരു കയ്യിലെടുത്തോ? കഴിച്ചു നോക്കട്ടെ. ഒരു സാധനം ഇതൊന്നും അറിയില്ല. ഇനി ഒന്നോടെ കഴിക്കണം. ഓരോടെ കഴിച്ചോ? ഇനി ആൾക്കാർ പിടിക്കും. കാര്യം പേടില്ല. എന്റെ പൊന്നിട്ട് നിർത്താ നീ. ഞാൻ തൂക്കുന്നതാണ്. വിജയ് ചേട്ടനൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മളിപ്പോൾ റൂംസ് എല്ലാം വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരൊക്കെ പല പല റൂമിലാണ്. അപ്പം നമ്മൾ ഒരു ജാഥയായി പോയി എല്ലാവരും റൂം വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പൂളിൽ ചാടി, DJക്ക് പോയി, അങ്ങനെ കുറേ പരിപാടി ചെയ്തു. അപ്പോൾ പൂളിൽ ചാടിയതും DJക്ക് പോയതൊന്നും ഞാൻ വലിയ ബ്ലോഗായിട്ടൊന്നും എടുത്തില്ല. ഈ ബ്ലോഗിൽ തന്നെ ഞാൻ ജസ്റ്റ് ക്ലിപ്പിങ്സ് കാണിക്കാം. ഇന്നൊന്നുമില്ല, നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു, വെറുതെ റെസ്റ്റൊക്കെ എടുത്ത് വെറുതെ തേരാപ്പേര നടക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ചെയ്യാനില്ല. ബാക്കിൽ അമൽ ഡേവിസ് ഉണ്ട്, ആൻസി ഉണ്ട്, ശ്രീരാജ് ഉണ്ട്, സച്ചിൻ ഉണ്ട്. ഇതാണ് രാവിലെ എഴുന്നേറ്റാൽ കാണുന്ന കാഴ്ച. ഇതാണ് ഞങ്ങളുടെ വിൻഡോ. ഇവിടെ നിന്ന് നേരെ വ്യൂ വരുന്നത് ഇങ്ങോട്ടാ. നല്ല രസമാണ് കാണാൻ. രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. പോയി നോക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ കുറേ എടുത്തു, എല്ലാം ഓരോന്ന് വെച്ചെടുത്തു. ആൻസി പീറ്റർ വളരെ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. ആൻസി പീറ്റർ അതെന്താ? മാംഗോ ജ്യൂസ്. മാംഗോ ജ്യൂസ് കുടിക്കണ്ടോ? നീയോ? ഡേവിയോ? അയ്യോ, ഡേവി മൈൻഡ് ചെയ്യാണ്ട് പോയടാ. ഞങ്ങൾ പോവാണ്. ഇത്തവട്ട ഇനി വേറെ ഏതെങ്കിലും റിസോർട്ടിൽ പോകണം. ഇവിടെ അടിപൊളിയാണ്, ഇവിടെ അടിപൊളി സ്ഥലമാണ്. ആൻസി പീറ്റർക്ക് ഇഷ്ടപ്പെട്ടോ പറക്കാട്ട്? സൂപ്പറായിരുന്നു. പറക്കാട്ടാണ് എലിക്സറാണ് ഇഷ്ടപ്പെട്ടെ? രണ്ടും ഇഷ്ടപ്പെട്ടു. ആ, മുമ്പിൽ കരി വന്നിട്ടുണ്ട്, വലിഞ്ഞേര് വന്നു. ഒന്നും പറയാം. ആ, ശ്രീരാജ് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കാണിക്ക്. ഞാനാ കട്ടോണ്ട് വന്നത്. കട്ടോണ്ട് വന്നത് ശ്രീരാജാണ്. ഇത്ര സാധനങ്ങള് കരിയിലെ പാൽപ്പൊടിയൊക്കെ കട്ടോണ്ട് പൊട്ടിച്ച് ഇതികൂടെ ഒക്കെ ഇട്ടു. സച്ചിൻ വന്നിട്ടുണ്ട്. സച്ചിൻ ഈ 11 മണിക്ക് ചെക്കൗട്ടിന്റെ സമയത്ത് എവിടെയോ കറങ്ങാൻ പോയിക്കോ. ഗൈസ്, ഞങ്ങള് ഫോട്ടോ എടുക്കാനുള്ള ധൃതിയിലാണ്. വരില്ല. അവിടെ ക്യാമറ വെച്ചടാ. എന്നിട്ട് നമുക്ക് സ്നൊള്ളിയോട് ചോദിക്കാം, പറക്കാട്ട് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് പറയോ? അടിപൊളി. എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഏറ്റവും കൂടുതൽ ട്രക്കിംഗ്. ആ സമയത്ത് മഴയും പെയ്തു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. ഡാൻസിന്റെ ആവശ്യം വന്നില്ല, മഴ പെയ്യുമ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റി. പിന്നെ ട്രക്കിംഗ് അടിപൊളിയായിരുന്നു. പറക്കാട്ട് കൊള്ളാം. എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ഫുഡാണോ? ഓ, നൈസ്. പൂള് കുഴപ്പമില്ല. പൂള് നല്ലായിരുന്നു. ആണോ?
1.5 മണിക്കൂറേ എന്താ ആവശ്യം? ഏത് ഈ സ്പേസോ? ഈ സ്പേസ് ആണ് ആൻസി പീറ്ററിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമ്മൾ രാത്രി ഇവിടെ കുറെ ഇന്നലെ സ്പെൻഡ് ചെയ്തു. എന്റെ മെഹബൂബ പാട്ടുണ്ടായിരുന്നു. എന്റെ മെഹബൂബ പാട്ട് നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റിൽ പറയുക. ഞാൻ അടുത്ത ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടത് ഫുഡ് അടുത്ത ചേട്ടനാട്ടോ. കട്ടില് ഇതിലും കട്ടില് കുലുക്കം ബെഡ് ഭയങ്കര സ്പ്രിങ്ങാ. നമ്മള് ചാടിയ അതിനനുസരിച്ച് കൊണ്ടു ഒന്ന് കിടന്നുള്ളൂ, ഉറങ്ങിപ്പോയി. അതുകൊണ്ട് സേഫ് ആയിട്ട് ഇരിക്കുക. പോകും പെട്ടെന്ന് ആക്ടിവിറ്റീസ് എനിക്ക് മറ്റേ കൊള്ളായിരുന്നു. കിടിലം എക്സ്പീരിയൻസ് ആണത്. ഒരു വട്ടെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റും. സൈക്ലിംഗ് എനിക്ക് അത്ര സെറ്റപ്പായിട്ട് തോന്നിയില്ല. ഓക്കെയാണ്, ബിഗിനിയർ എന്ന രീതിയിൽ ഓക്കെ. മിനി ഊട്ടി ആ വൈബ്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ഏതാ? ഏത് ആ വാട്ടർഫാൾസിന്റെ മേളിലൂടെയല്ലേ? പറക്കാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അക്സബാബ്. ഇത്ര ഒരു സെലിബ്രേറ്റ് ആയിട്ട് അങ്ങനെ ചാരചാരയില്ലാത്ത അക്സബാബിനെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? അശ്വിമിജ് സമ്മതിക്കോ? അശ്വിമിജിനെ ഞാൻ ഡൈവേഴ്സ് ചെയ്തു. എന്താ കാര്യം? അക്സബാബിന് വേണ്ടി ഇഷ്ടമൊന്നുമില്ലായിരുന്നു, ഒഴിവാക്കാൻ പറ്റില്ല. അയ്യോ അടിപൊളിയായിരുന്നു. മഴയുണ്ട്, അതുകൊണ്ട് ഇച്ചിരി എന്നാലും അടിപൊളിയായിരുന്നു. റോപ്പ് വേ അടിപൊളിയായിരുന്നു. ചേച്ചി കയറിയോ? പിന്നെ റോപ്പ് ഫുഡൊക്കെ ചെയ്തോ? ബൈ ബൈ ഗായ്സ്, ബൈ ബൈ. അങ്ങനെ ഒരു ജീപ്പ് പോയിരിക്കുകയാണ് ഗായ്സ്. പറക്കാട്ടിന് ഞങ്ങൾക്ക് കിട്ടിയ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല രസമാണ്. ഇഷ്ടം പോലെ എന്താ പറയുക, നല്ല ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതുപോലെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് വേറെ ലെവലായിരുന്നു. ഞങ്ങൾക്ക് വണ്ടി വന്നു ഗൈസ്. ബൈ 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 ബൈ. ഗായ്സ് ഞങ്ങൾ തിരിച്ചു പോവാണ് അല്ലേ? ബാക്ക് ടു കൊച്ചി, ബാക്ക് ടു ഒഡീസി. ഗൈസ് നമ്മുടെ വണ്ടി വന്നു, എല്ലാരും വണ്ടി കേറുവാണ്. സേ ഹായ്. ബൈ. കഴിഞ്ഞു. ഇനി ടവർ വണ്ടി കാണാം. ചന്ദനം കിട്ടി. എനിക്ക് മാത്രമേ തൊട്ടു. എക്സ്ക്ലൂസീവ് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് ഭയങ്കര ഒരു അനിയന്റെ ഫീല് തോന്നി. എന്ത് ഫീലാണ് അവർക്ക് തോന്നിയിട്ടുള്ളത്? അനിയൻ തന്നെ. എന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യരുത്. സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ കേൾക്കണം. എന്റെ കൺസെന്റ് ഇല്ലാണ്ടാണ് എന്റെ വീഡിയോസ്. നിന്റെ കൺസെന്റ് എനിക്ക് വേണ്ട. ബംഗാളികളെ കൊണ്ട് റിപ്പോർട്ട്. ബംഗാളികളോ? ശല്യമാണല്ലേ അജയിക്കുന്നത്? പറ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട്. അല്ല, അജയ് കുന്നത്തിനെ പറ്റി പറയാം. അജയ് കുന്നത്തിനെ പറ്റി എനിക്കൊന്നും പറയാം. അടിപൊളി ഫുഡായിരുന്നു. നമ്മള് ബിരിയാണി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അയ്യോ എനിക്ക് കിട്ടിയില്ല. അല്ല, പൊതിഞ്ഞ് എല്ലാവർക്കും ഓരോരുത്തർക്ക് തരും. നമ്മൾ അവിടെ പോയി കഴിക്കുന്ന വ്ലോഗ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അത് പറക്കാട്ടെ. എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ബാഗ് തള്ളിക്കിട്ടുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. സന്ദീപേട്ടന്റെ ബാഗ് തള്ളിക്കിട്ടുന്നു വെച്ച് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ഇതിനകത്ത് വല്ല ഉണ്ടായിരുന്നു വിലപിടിപ്പുള്ള വിലപിടിപ്പില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വ്ലോഗ് എന്ന് പറഞ്ഞ ചില അലവലാദികൾ വരുന്ന അവർ എങ്ങനെ എപ്പോഴാ കയറിയ? Friends enjoyed. Pool very good. Me sleep. You sleep? Yes. Why? Then why you put to kill the glass of Sandeep? I never break the glass of Sandeep. അല്ല, ഒരു ഗ്ലാസ് പൊട്ടിക്കിടപ്പുണ്ട്. അപ്പൊ ഒരു ജനൽ തുറന്നു പോയിരുന്നു. This is not possible. Okay, thank you. Monkey of the year goes to Sandeep Padayatil. ഇത് പലരും പറയും, ഞാൻ സമ്മതിക്കില്ല. ടാർഗറ്റ് വിടുവേ. He's the TL. He's a good team player. എന്താന്ന് പറയൂ? നാളെ ലീവ് എന്ന് പറഞ്ഞ ആരും വരണ്ട. നല്ല കാര്യം. വ്ലോഗ് വഴി ചേട്ടനാണ് വരുമല്ലോ. സന്ദീപേട്ടൻ ലീവ് അതെ. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കോതമംഗലത്ത് വണ്ടി നിർത്തിയേക്കുവാണ് ഈ പമ്പില്. അതെ. ഹലോ. കരി കിട്ടിയില്ലേ? പൊക്കൂടെ? അത്ര ക്യൂ കഴിഞ്ഞ് അവിടെ എത്ര നേരം എടുക്കും? കുറച്ചൊക്കെ ഉണ്ട്. ചിലവരെ ഒരു കുഴപ്പമില്ല. ഇന്നെന്താ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നേ?
ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഓ സീൻ തന്നെയല്ല, കണ്ണൻ ഗോട്ട് ദ ലെഗ് പീസ്. കണ്ണൻ എപ്പോഴും ലക്കിയാണല്ലോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ തിരിച്ച് പോവാണ്. കണ്ണൻ ഫിസും വാങ്ങി ആരെ മെയിൻ ചെയ്യാണ്ട് ബാക്കിൽ കൂടെ നടന്നു പോകുന്നു. തരുമോ? ഒരു റിയൽ ആപ്പിളിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്. പേര് വന്നിട്ട് ആപ്പിൾ ഫീസ്, അതുകൊണ്ടായിരിക്കും ആപ്പിളിന്റെ ടേസ്റ്റ്. എവിടെന്നേലും വരും, എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. ആഡ് ചെയ്യുമായിരുന്നു ഹാപ്പി ഫിസിന്റെ. പറഞ്ഞിട്ട് അറിയത്തില്ല. നല്ലതാണ്, എല്ലാരും ട്രൈ ചെയ്യാം. എല്ലാരും ടേസ്റ്റ് ചെയ്തിട്ട് ഒരു അഭിപ്രായം പറയൂ. വളരെ നല്ല ബിരിയാണിയാണ്. മഴയും കൂടി പെയ്താ കഞ്ഞിയാവും. ഇങ്ങനെ കാണിക്കണം. അഭിപ്രായം അങ്ങനെ ഉണ്ടായിരുന്നോ ഫണ്ണ്? ഉപ്പിലിട്ട് വയ്ക്കാം. ബിരിയാണിയുടെ ടേസ്റ്റ് ഇല്ല. പറയേണ്ടടുത്ത് പറയണമല്ലോ, പറയേണ്ടടുത്ത് നമ്മൾ സംസാരിക്കണമല്ലോ. അതെ, വാമൂടി കെട്ടേണ്ട ആവശ്യമില്ല. സംസാരിക്കേണ്ടത് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? എപ്പോഴും ഇങ്ങനെ. മുട്ടയില്ലാന്ന് പറഞ്ഞത് അവള് പറയേണ്ടത്. വിഷമായോ മുട്ടയില്ലാത്തോണ്ട്? ഇല്ല, എന്റെ മുട്ട ഞാൻ മുട്ട പുള്ളിക്കാരി കൊടുത്തത്. ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയപ്പോ അവിടുത്തെ മുട്ട മുഴുവൻ തീർന്നു. എനിക്കിപ്പോ ആതിര എന്ന് പറഞ്ഞ കൊച്ചെടുത്തോണ്ട് പോയത് മൊത്തം. ആതിര കുഞ്ചു. നീയാണോ? എന്താ എനിക്കും കിട്ടിയില്ലായിരുന്നു മുട്ട പുഴുങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റിന്. എനിക്ക് മുട്ട പുഴുങ്ങിയത് ഞാൻ കണ്ടു, പക്ഷെ തോടൊക്കെ പൊളിക്കണ്ടേന്ന് വെച്ചാൽ അത് തോട് പൊളിച്ചിട്ടേക്കല്ലായിരുന്നു. ഇവ 2 വട്ടം തോട് പൊളിച്ചുകൊണ്ടുവന്നു. എനിക്ക് തോട് കണ്ട അവന്റെ മസിൽസ് കണ്ട അറിയാം. പക്ഷെ നമ്മൾ മതി മതി എന്ന് പറയുന്ന ഒറ്റ കാര്യം. എന്ത് മതി മതി എന്ന് പറയുന്നത്? ഞാൻ പറയാൻ വന്നാണ് ഫുഡ് കഴിച്ച് ക്ഷീണിച്ച് ക്ഷീണിച്ചപ്പോ നല്ല സാലഡൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ നല്ല രസം. മുട്ടയില്ല എന്നുള്ളൊരു പരാതി ഉണ്ടോ? ഏത് ബിരിയാണിയിലാണ് ഈ മുട്ട കിട്ടുന്നത് ഇപ്പൊ? കടയിലൊക്കെ ബിരിയാണി ഇഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നിന്ന് ബിരിയാണി കഴിക്കുന്ന ആദ്യ സുരേഷ്. സുരേഷ് ആരും ചിക്കൻ എടുത്തോണ്ട് പോകാനിരിക്കാൻ വേണ്ടിട്ടാണ് ഒറ്റയ്ക്ക് കഴിക്കുന്നത്? ഇല്ല, ചിക്കൻ വേണ്ട. ഫേസ് ഒക്കെ ചിക്കനും ചേറിയില്ലാത്ത ആദ്ര സുരേഷ് നിന്ന് എന്ത് പറ്റി? ഞാൻ ഇന്നൊരു 5 മിഠായി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 4 മിഠായി തിന്നത് സുരേഷാണ്. സുരേഷാണ് ഇന്ന്. നോക്ക്, എക്സാമ്പിൾ പറഞ്ഞാണ്. ഇന്ന് ചെറിയ എടുത്തിട്ട് എനിക്ക് കിട്ടിയല്ലോ. അവിടത്തെ ചെറിയ എല്ലാം ഇവനാ നിന്ന് നിർത്തത്. ഇത് വേറെ ഒരു പൊതി ചെറിയ എടുത്തു. അതെന്ത്? അത് ഞാൻ തിന്നു. ഞാൻ ഇന്നൊരു ചായ കുടിക്കാൻ നോത്തിട്ട് പോയി ഇന്ന് ചായ എടുത്ത് വന്ന് ടേബിളിൽ വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. ഗ്ലാസ് കാലി. കുടിച്ചതാര്? ഓ സത്യാണോ? നമ്മൾ 5:30 ഇൻഫോ പാർക്കിലെത്തി. അങ്ങനെ 2 ദിവസത്തെ ട്രിപ്പ് വളരെ അതിമനോഹരമായിരുന്നു. ഉറങ്ങി തീർത്തു. അനന്തം വരുന്നുണ്ട് ട്രിപ്പ് ലൈഫിന് ശേഷം. അനന്തന്റെ പെട്ടി എന്തി? നീലപ്പെട്ടി. ഞാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല, കാണാറുണ്ട്. ഓഹോ, ചെയ്തിട്ടുണ്ട് ഗൈസ്, ലൈക്ക് ചെയ്യാം. ഓക്കെ, ഈ അനന്തം പെട്ടിയായിട്ട് വന്നു ഗൈസ്. ഇന്നത്തെ അനന്തന്റെ കോസ്റ്റ്യൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെരുപ്പും ആ സോക്സും. എന്താ സോക്സ്? നേരെ ഷൂ ഉണ്ട്. അത് ഇവിടെ പനമേര ഷൂ ആയിരുന്നു. പനമേര ഷൂ. ഇത് സ്പീഡ് ബോട്ട്. ഇത് സ്പീഡ് ബോട്ട്. 90s Gen 7 2K നോക്കുന്നു. എടാ, അങ്ങനെ എല്ലാരും പിരിയാണ് സുഹൃത്തുക്കളെ. അവന്റെ ചാനൽ പൂട്ടിനെ പിന്നെ കേട്ടേ. ചേട്ടാ ബൈ.